കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മലപ്പുറം കാട്ടുങ്ങലിൽ ആഭരണ വിൽപ്പനക്കാരെ ആക്രമിച്ച് 117 പവൻ സ്വർണം കവർന്ന കേസിൽ അറസ്റ്റിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ്. ജ്വല്ലറി ജീവനക്കാരനായ പെരിന്തൽമണ്ണ തിരൂർക്കാട് സ്വദേശികളായ കടവത്ത് പറമ്പ് വീട്ടിൽ സിവേഷ്, സഹോദരൻ ബെൻസു, ഇവരുടെ സുഹൃത്ത് പെരിന്തൽമണ്ണ വലമ്പൂർ സ്വദേശി ഷിജു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ റിമാൻഡിലാണ്. ഷിജുവിനെ ഉൾപ്പെടുത്തി തിരിച്ചറിയൽ പരേഡ് നടത്തും. 2 ദിവസത്തിനു ശേഷമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങുകയെന്ന് അന്വേഷണ ചുമതലയുള്ള മഞ്ചേരി SHO ഡോക്ടർ M നന്ദഗോപൻ പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ട് 6:30 കേസിനാസ്പദമായ സംഭവം. മലപ്പുറം കോട്ടപ്പടിയിലെ നിഖില ബാംഗിൾസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായ സിവേഷ് ഇയാൾ ജ്വല്ലറികളിലേക്ക് കൊണ്ടുപോകുന്ന സ്വർണം സഹോദരനെയും സുഹൃത്തിനെയും ഉപയോഗിച്ച് കവർച്ച ചെയ്യുകയായിരുന്നു. ജ്വല്ലറിയിലെ മറ്റൊരു ജീവനക്കാരനായ കിടങ്ങഴി ഷാപ്പുംകുന്ന് ചപ്പങ്ങാത്തൊടി സുകുമാരനും പ്രതി സിവേഷുമാണ് ആഭരണവുമായി സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്നത്. മഞ്ചേരി, കീഴ്ശ്ശേരി ഭാഗങ്ങളിലെ ജ്വല്ലറികളിൽ സ്വർണത്തിന്റെ മോഡലുകൾ കാണിച്ച ശേഷം മലപ്പുറത്തേക്ക് മടങ്ങുകയായിരുന്നു ഇരുവരും. സിവേഷിന്റെ നിർദ്ദേശപ്രകാരം ബെൻസുവും ഷിജുവും മറ്റൊരു സ്കൂട്ടറിലെത്തി സ്വർണം സൂക്ഷിച്ച ബാഗുമായി കടന്നുകളയുകയായിരുന്നു. പ്രതികൾ ബാഗ് തട്ടിയെടുത്ത് ബൈക്കിൽ രക്ഷപ്പെടുന്നത് കണ്ട ഇരുമ്പുഴി സ്വദേശി മുഹമ്മദ് മുൻഷിർ ദുരൂഹത തോന്നി പ്രതികളെ പിന്തുടർന്ന് വാഹനത്തിന്റെ ഫോട്ടോ എടുത്തു. ഇതിലെ വാഹന നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ മണിക്കൂറുകൾക്കകം പിടിയിലായത്. പ്രതികൾ കവർച്ച ചെയ്ത സ്വർണം സിവേഷിന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.